ആർ.വി. ബാബു പറയണ്ട ഇവിടെ ഹിന്ദുക്കൾക്കെതിരായി നിരവധി കേസുകൾ ചാർജ് ചെയ്തു. ഹിന്ദുക്കൾക്കെതിരെ അവർ സമാധാനപരമായി ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തിയതിനല്ല കേസ് ചാർജ് ചെയ്തത്. ഇവിടെ കലാപം സൃഷ്ടിച്ചതിനാണ് കേസ് ചാർജ് ചെയ്തത്. മനുഷ്യരായി പോയി എന്നിട്ട് എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശ്രീനാദേവി കുഞ്ഞമ്മ അടക്കം പറഞ്ഞത് എന്താണ്? ഇവിടെ ഇടതുപക്ഷം വോട്ടിന് വേണ്ടിയിട്ടാണ്. അവരെന്താ ചെയ്തത്? അവര് വോട്ടിന് വേണ്ടി ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് മാറിയാണ്. ശ്രീമതി ബിന്ദു അമ്മിണി, എന്തുകൊണ്ട് താങ്കൾ ശബരിമലയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിനുശേഷം താങ്കൾ നേരിട്ട പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഓർക്കുമ്പോൾ അതൊക്കെ വെറുതെ ആയി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ വെറുതെ ആയും തോന്നുന്നില്ല. പക്ഷേ മിസ്റ്റർ ആർ.വി. ബാബുവും രാഹുൽ ഈശ്വറും ഒക്കെ പറഞ്ഞ വൈവിധ്യം ഉൾക്കൊള്ളുന്ന ഹിന്ദുമതം എന്ന് പറയുകയും മറിച്ച് ആ വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഹിന്ദു എന്ന് പറയുന്നത് ഒരു ബ്രോഡർ സ്പെക്ട്രമാണ്. ആ സ്പെക്ട്രത്തിൻ്റെ മറ്റു വിശ്വാസങ്ങളെ, ആദിവാസികളുടെ വിശ്വാസങ്ങളെ, ദളിതുകളുടെ വിശ്വാസങ്ങൾ, ഈ അയ്യപ്പ ക്ഷേത്രം തന്നെ ഈ കാസ്റ്റ് ഹിന്ദുക്കളുടേതല്ലായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ അത് ഏറ്റവും അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു ക്ഷേത്രമല്ല. അതുകൊണ്ടാണ് അവിടെ ഈ മറ്റന്യമതസ്ഥരായ ആളുകളെയും ഒക്കെ തന്നെ അവിടെ അപ്പൊ അതിനെ പിന്നീട് അതിനെ താങ്കൾക്ക് സമയമുള്ളപ്പോൾ സംസാരിക്കൂ. അതിനെ കൈയടക്കുകയും അതിന്റെ മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ അവാസ്തവമായ പ്രസ്താവനകളാണ്. അവരെന്താ പറയുന്നത്? ഒരു ആർ.വി. ബാബു പറയണ്ട ഇവിടെ ഹിന്ദുക്കൾക്കെതിരായി നിരവധി കേസുകൾ ചാർജ് ചെയ്തു. ഹിന്ദുക്കൾക്കെതിരെ അവർ സമാധാനപരമായി ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തിയതിനല്ല കേസ് ചാർജ് ചെയ്തത്. ഇവിടെ കലാപം സൃഷ്ടിച്ചതിനാണ് കേസ് ചാർജ് ചെയ്തത്. അപ്പൊ ഇപ്പോഴും രാഹുൽ ഈശ്വർ പറയുന്നത് എന്താ? കോടതിയിൽ നിന്ന് സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു വിധി വന്നു കഴിഞ്ഞാൽ പ്രക്ഷോഭം നടത്തുന്നുള്ളതാണ്. അക്രമം നടത്തി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. അതാണോ കോൺഗ്രസിന്റെ അഭിപ്രായം? വൈജാത്യങ്ങളെ ഉൾക്കൊള്ളുന്നതിന്റെ പേരിലാണോ ശ്രീരാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച് സുപ്രീം കോടതി പോയത്? നിങ്ങളുടെ നേതാവ് സുപ്രീം കോടതിയിൽ പോയത് വൈജാത്യങ്ങളെ ഉൾക്കൊള്ളുന്നതിന്റെ പേരിലാണോ ശ്രീരാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചത്? ശ്രീനാദേവി കുഞ്ഞമ്മ അടക്കം പറഞ്ഞത് എന്താണ്? ഇവിടെ ഇടതുപക്ഷം വോട്ടിന് വേണ്ടിയിട്ടാണ്. അവരെന്താ ചെയ്തത്? അവര് വോട്ടിന് വേണ്ടി ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് മാറിയാണ്. വ്യക്തിപരമായി അധിക്ഷേപിക്കല്ല. ഇങ്ങനെയുള്ള വളരെ യോഗ്യന്മാരായിട്ടുള്ള കുറെ ആളുകളാണ് ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയുന്നത് മനുഷ്യരായി പോയി. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ നടപ്പാക്കിയത് ഹിന്ദുമതമാണെന്ന് ആർക്കാണ് അറിയാത്തത്? അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മറ്റു പദങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ മനുഷ്യനായി പോലും, ഞങ്ങളെ പോലെയുള്ള ദളിതുകളെ മനുഷ്യനായി പോലും കാണാൻ തയ്യാറാകാത്ത ഒരു കൂട്ടം മനുഷ്യർ വന്നിരുന്ന് ഞങ്ങളുടെ ആരാധന അവകാശങ്ങളും ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കാൻ ശ്രമിച്ചു. ഉള്ളവരാണ്. ഞങ്ങൾക്കും ഭരണഘടനയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയവായിട്ട് ഞങ്ങളെ മനുഷ്യരായി കണക്കാക്കുക. നിങ്ങൾ അയ്യപ്പ വിശ്വാസിയാണോ? നിങ്ങൾ നടത്തിയ പോരാട്ടത്തെക്കാൾ കൂടുതൽ പോരാട്ടങ്ങൾ നടത്തിയ ബിന്ദു അമ്മണി നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ, നിങ്ങൾ അരിപ്പ സമരത്തില് പാവങ്ങളുടെ സമരത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഞങ്ങൾ പോയിട്ടുണ്ട്. ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി അരിപ്പ സമരം നടത്തിയ ഭൂസമരം ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. നിങ്ങൾ അവരെ കണ്ടിട്ടില്ല. ദളിതരുടെ പേര് പറഞ്ഞ് ദളിതരെ ചൂഷണം ചെയ്യുന്നവരാണ് നിങ്ങൾ. ദളിതരുടെ പേര് പറഞ്ഞ് അവരുടെ പേര് പറഞ്ഞ് തടിച്ചു കൊഴുക്കുന്നവരാണ്. അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ തീവ്രവാദികളുടെ പണം പറ്റി ഈ പ്രവർത്തിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന്